പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത് NSന്റെ +2 ഹോം സയൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. 2024 ഒക്ടോബറിൽ നടന്ന എക്സാമിന്റെ 3 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ആദ്യമായിട്ട് ന്യൂ സിലബസ് അനുസരിച്ചുള്ള എക്സാം നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2025-ലും 2026-ലൊക്കെ എക്സാം വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. എല്ലാ വിഷയത്തിൻ്റെയും എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകളും ഗൈഡുകളൊക്കെ നമ്മളെ സ്ഥാപനത്തിൻ്റെ കീഴിൽ അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഗൈഡുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. 100 മാർക്കിൻ്റെ പേപ്പറാണ്. അതിൽ 64 മാർക്ക് തിയറി എക്സാം, 16 മാർക്ക് അസൈൻമെൻറ്റ്, 20 മാർക്ക് പ്രാക്ടിക്കൽ. 64+16+20 അങ്ങനെ നമുക്ക് 100 മാർക്കാണ് വരുന്നത്. 60% സിലബസ് മാത്രം കവർ ചെയ്താൽ മതി, ബാക്കി പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ 38ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ തുടങ്ങുന്നത് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരിക. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ബോർഡിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറഞ്ഞു. അതിൽ സജസ്റ്റ് 3 പ്രിവെന്റീവ് മെഷർ ഏതൊക്കെയാണ്? 3 തടയപ്പെട്ട രീതികൾ ക്യാൻ ബി അഡോപ്റ്റഡ് ടു സ്റ്റോപ്പ് വൺ ഫ്രം ഡെവലപ്പിംഗ് ഡെലിഗന്റ് ബിഹേവിയർ. ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ അത് തടയാനുള്ള ചെറുപ്പക്കാരിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ജുവനൽ ഡെലിഗൻസി എന്ന് പറയുന്നത്. അതിനുള്ള പരിഹാരം പ്രതിരോധങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ആൻസർ നമുക്ക് 21ാമത്തെ ചാപ്റ്ററിലുണ്ട്. ഗൈഡിൽ 104ാമത്തെ പേജിലുണ്ട്. കുറ്റപരമായി പെരുമാറുന്ന കുട്ടികൾക്കെതിരെ അയൽവാസികളോ മറ്റോ പരാതി നൽകിയാൽ അത്തരം കുട്ടികളെ റിമാൻഡ് ഹോമിലാക്കും. അവിടെ കുട്ടികൾക്ക് അവരുടെ കുറ്റപരമായ പെരുമാറ്റം ഉപേക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. തൊഴിൽ പരിശീലനത്തിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. അതേവരെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്നു. ഈ പരിഹാര നടപടികൾ കൂടാതെ മറ്റു ചില പരിഹാര നടപടികൾ കൂടിയുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുറ്റകൃത്യത്തിന്റെ പ്രധാന കാരണം ദാരിദ്ര്യമാണ്. അത് നീക്കം ചെയ്യുന്നതിന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ധാരാളമുണ്ട്. തൊഴിൽ ആരംഭിക്കുന്നതിന് വളരെ നാമമാത്രമായ പലിശ നിരക്കിൽ വായ്പകൾ വാഗ്ദാനം ചെയ്യുന്ന സ്ഥാപനമുണ്ട്. പാവപ്പെട്ടവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സഹായിക്കും. മാതാപിതാക്കൾ കുട്ടികളുമായി സമയം ചെലവഴിക്കുന്നതും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും, വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയും വേണം. നല്ല ശീലങ്ങളും മികച്ച മൂല്യങ്ങളും വികസിപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കുക. യുവാക്കൾക്ക് വിനോദ സൗകര്യങ്ങൾ നൽകും. ഇനി ഇതറിയാത്തവരാണെങ്കിൽ അടുത്ത ചോദ്യം, ഹൗ കാൻ എ ഫാമിലി എൻഷുർ, എങ്ങനെയാണ് ഒരു കുടുംബം ഉറപ്പ് നൽകുന്നത്? ഗേൾസ് ഇൻ ദി ഫാമിലി ആർ നോട്ട് എക്സ്ക്ലൂഡഡ്. ഒരു പെൺകുട്ടി എന്താണ് വിവേചനമില്ല എന്നുള്ളത് ഉറപ്പ് നൽകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി സപ്പോർട്ട് നൽകുക. പുരുഷന്മാരെ പോലെ തന്നെ അവസരങ്ങളും സപ്പോർട്ടും സ്ത്രീകൾക്ക് നൽകുക. അത് എഡ്യൂക്കേഷന്റെ കെയറിങ്ങിലാണെങ്കിലും അതേപോലെ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെന്റ്. അവർക്കുള്ള സ്കില്ല് പ്രൊവൈഡ് ചെയ്യണം, അവരുടെ അംബിഷൻസ് അറിയണം, അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കണം എന്നതാണ്. രണ്ടാമത് പറയുന്നത് ഈക്വൽ ഹൗസ് ഹോൾഡ് റോൾ ആൻഡ് റെസ്പോണ്ട്. വീടുകളിൽ ഈക്വൽ ആയിട്ട് പുരുഷന്മാരെ പോലെ തന്നെ അതേ റോൾ തന്നെ ആർക്കും കൊടുക്കുക, പെൺകുട്ടികൾക്കും കൊടുക്കാറുള്ള. 3 സപ്പോർട്ടീവ് ആൻഡ് ഇൻക്ലൂസീവ് എൻകറേജ്മെന്റ്. അവർക്ക് സപ്പോർട്ട് ചെയ്യണം, അവരെല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം, എല്ലാവരും ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ എല്ലാ എൻകറേജ്മെന്റിലും അവരെ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഹൗ ഡസ് ദി ലെങ്ത് ഓഫ് ഫൈബർ ഇൻഫ്ലുവൻസ് സെലക്ഷൻ. ഈ ഫൈബറിന്റെ ലെങ്ത് എങ്ങനെയാണ് നമ്മുടെ വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ സ്വാധീനിക്കുന്നത്? അതിന്റെ ആൻസർ വരുന്നത് നമ്മൾ ഫൈബറുമായി ബന്ധപ്പെട്ട അവസാന ഭാഗത്തെ ചാപ്റ്റർ കാണും. അതിൽ വരുന്നുണ്ട് ലെങ്ത് ഇൻഫ്ലുവൻസ് സ്ട്രെങ്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഡ്യൂറബിലിറ്റി അതിന്റെ കാലാവധിയെ, ടെക്സ്ചർ എന്ന് പറയുമ്പോൾ അതിലാണെങ്കിൽ മിശ്രിതങ്ങളാണ്, ഫീലിംഗ് ആകാം അല്ലെങ്കിൽ അതിന്റെ അപ്പിയറൻസ് ആകാം, അതാണ് ഈ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ലോങ്ങർ ഫൈബർ ആണെങ്കിൽ അതിന്റെ റിസൾട്ട് സ്ട്രോങ്ങർ ആയിരിക്കും. ഷോർട്ട് ഫൈബർ ആണെങ്കിൽ അത് സോഫ്റ്റ് ആയിരിക്കും, മോർ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ലോങ്ങർ ഫൈബർ ആണെങ്കിൽ സ്മൂത്ത് ആയിരിക്കും, ഷോർട്ടർ ഫൈബർ ആകുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും. ലോങ്ങർ ഫൈബർ ആണ് ഈസി ആയിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റും, ഹൈ ക്വാളിറ്റി ആണായിരിക്കും. ഇത് ഷോർട്ടർ ഫൈബർ എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോസസ്സിങ് നടക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഈ 40ാമത്തെ ചോദ്യമാണ്, LSN 3 പോയിന്റ് യു വിൽ മേക്ക് ഇൻ വൈൽ ബൈയിങ് ക്ലോത്ത് ഫോർ അഡോൾസെൻസ്. ഒരു അഡോൾസെൻസ് ആയിട്ടുള്ള ഗേൾസിന് ക്ലോത്ത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗേൾസിന് അതിൽ വേണ്ടത് ഒന്ന് കംഫർട്ട് ആൻഡ് ഫിറ്റ് ആയിട്ടുള്ളത് തന്നെ വേണം.
ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ അവർക്ക് സ്പോർട്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും യൂത്ത് ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, സ്കൂൾക്ക് പോകുമ്പോഴായിക്കോട്ടെ, എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻ ആയിക്കോട്ടെ, അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റി, എന്ത് ആക്ടിവിറ്റിക്കാണ് അവർ പോകണമെങ്കിൽ അനുസരിച്ചുള്ള ഡ്രസ്സ് ആയിരിക്കണം. പിന്നെ പേഴ്സണലായിട്ട് സ്റ്റൈൽ ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ സ്റ്റൈലിനോട് ആഗ്രഹം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ വേണം. ക്വാളിറ്റി ആയിരിക്കണം, ഫിനിഷർ ആയിരിക്കണം, ഫാഷനബിൾ ആയിരിക്കണം, പിന്നെ അവർക്ക് താങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റ് ആയിരിക്കണം എന്നതാണ്. 41 വാട്ട് 3 പോയിന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് വെൻ മേക്കിംഗ് എ രംഗോലിയാണ്. ഒരു രംഗോലി മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അടുത്ത ചോദ്യം വരുന്നത്. 41ാമത്തെ ക്വസ്റ്റ്യൻസ് അല്ലേ, പേജ് നമ്പർ 167 കാണാൻ പറ്റുന്നുണ്ട്. അൽപ്പാന അല്ലെങ്കിൽ രംഗോലി 27ാമത്തെ ചാപ്റ്ററിൽ കാണാം, ഓപ്ഷൻ മോഡുകൾ 7. ഇത് പരമ്പരാഗത ഒരു ഫ്ലോർ ഡെക്കറേഷൻ ആണ്. ഈ രംഗോലി എന്ന് പറയുന്നത് പൂക്കൾ ഉപയോഗിച്ചോ കളറുള്ള ചെടികൾ ഉപയോഗിച്ചോ തറയിൽ ഡെക്കറേഷൻ ചെയ്യാനാണ്. അപ്പോൾ ഇതെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഉത്സവങ്ങൾക്കും പരിപാടികൾക്കും ചേരുന്ന ഡിസൈൻ തിരഞ്ഞെടുക്കുക. ഡിസൈൻ 2 വരയിട്ട് വരയ്ക്കാം. കളറോ മറ്റു സാധനങ്ങളോ ഇതിലിട്ട് നിറക്കാവുന്ന. 3 ഓരോ കളറിന് ശേഷം കോൺട്രാസ്റ്റിംഗ് കളർ ഉപയോഗിക്കുക. 4 ഫില്ല് ചെയ്യുമ്പോൾ ഒരു സ്കെയിൽ ഉപയോഗിച്ചാൽ ഔട്ട്ലൈൻ ഭംഗിയായിരിക്കും. 5 ഡിസൈൻ എടുത്തു കാണിക്കുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കോൺട്രാസ്റ്റ് കളർ ആയിരിക്കണം എന്നതാണ് പറയുന്നത്. ഇനി ഓപ്ഷൻ മോഡുകളിൽ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 41 ബിയിൽ ഹൗ ആർ ടെറിഷറി കളർ ഡിഫറെന്റ് ഫ്രം മോണോക്രോമാറ്റിക്. ടെറിഷറി കളർ മോണോക്രോമാറ്റിക് കളറിൽ നിന്ന് എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ കളർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്, ഓപ്ഷൻ മോഡുകൾ ബിയിലാണ് കളർ എന്ന് പറയുന്നത്, 30ാമത്തെ ചാപ്റ്റർ. അതിൽ നമുക്ക് ഈ ടെറിഷറി കളർ ആദ്യം എന്താണെന്ന് പറയാം, അതിനുശേഷം അത് എങ്ങനെയാണ് മോണോക്രോമാറ്റിക് കളറിന് വ്യത്യാസം. ടെറിഷറി കളർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി കളറും ഒരു സെക്കൻഡറി കളറും തൃതീയ കൂടിയിട്ടാണ് എന്ന് പറയുന്നത് ടെറിഷറി. ഒരു പ്രൈമറി ഒരു സെക്കൻഡറി കൂടിയിട്ടാണ്, അതായത് നീലയും പച്ചയും ചേർന്നിട്ടാണ് ടെറിഷറി നിർമ്മിക്കുന്നത്. ഇപ്പൊ യെല്ലോ ഓറഞ്ചും ചേർന്നാൽ യെല്ലോ ഓറഞ്ച്, അത് ടെറിഷറി കളറാണ്. റെഡ് ഓറഞ്ചും ചേർന്നാൽ റെഡ് ഓറഞ്ച്, റെഡും പർപ്പിളും കഴിഞ്ഞാൽ റെഡ് പർപ്പിൾ, അങ്ങനെയാണ് വരുന്നത്. എന്നാൽ മോണോക്രോമാറ്റിക് കളർ എന്ന് പറയുന്നത് ഇത് ഒരു നിറം മാത്രം ഉപയോഗിക്കുന്നു. അതേ നിറത്തിന്റെ ടിൻറ്റുകളും ഷെയ്ഡുകളും മാത്രം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണം ഇളം നീല കുർത്തിയിൽ ആകാശ നീല, കടുനീല, നേവി ബ്ലൂ മുതലായ നിറങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത്രയാണ് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ചോദിക്കാം. ഇനി ഇതിൽ വരുന്ന 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ഒക്കെ നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ അവതരിപ്പിക്കും. എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകളും ഗൈഡുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് നൽകുന്നുണ്ട്. വീട്ടിലിരുന്ന് ഓൺലൈൻ പരീക്ഷ എഴുതാൻ പറ്റുന്നവർക്ക് നമ്മൾ ബോസ് എഡ്യൂക്കേഷൻ SSLC +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.